സമ്പലിലേക്ക് പോകാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും പോലീസ് തടഞ്ഞത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും മറ്റേത് പാർലമെന്റ് അംഗവുമാണ്. അതിനെല്ലാം അപ്പുറത്ത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച മുൻ പ്രധാനമന്ത്രിമാരായ രാജീവിന്റെ മക്കളും ഇന്ദിരയുടെ ചെറുമക്കളുമാണ്. ഇവരെ തടയാൻ ആരെങ്കിലും ഈ രാജ്യത്ത് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അതിനെയാണ് രാജ്യം ഭയക്കുന്നത്. ആയിരക്കണക്കിന് പോലീസിനെ നിരത്തി നിർത്തിയിട്ടും ചളിവെള്ളം നിറച്ച ജലപീരങ്കിയും ബുള്ളറ്റുകൾ നിറച്ചുവെച്ച കൈത്തോക്കും ലാത്തിയേന്തിയ കൈകളും മുന്നിൽ വന്ന് നിരന്നു നിന്നിട്ടും സമ്പൽ യാത്രയിൽ നിന്നും പിന്മാറാതെ UP ഡൽഹി അതിർത്തിയിൽ തുടരുകയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ധർമ്മസമരം നടക്കുന്ന സ്ഥലത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചുകൂടിയതോടെ സംഘർഷ സാഹചര്യം രൂപപ്പെട്ടു വരികയായിരുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഡൽഹി UP അതിർത്തിയിൽ വെച്ചു തന്നെ തടയാനായി വൻ സന്നാഹങ്ങളാണ് അങ്ങനെ UP പോലീസ് അതുപോലെ BJPയുടെ പോലീസ് ക്രമീകരിച്ചത്. അതിർത്തികളിൽ കൂറ്റൻ ബാരിക്കേഡുകൾ വച്ചും പോലീസ് സന്നാഹത്തെ വിന്യസിച്ചുമാണ് ഇരുവരെയും ഉത്തർപ്രദേശിൽ കടക്കുന്നതിൽ നിന്നും UP പോലീസ് തടഞ്ഞത്. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഏറെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേന്ദ്രത്തിലെ BJP സർക്കാർ കുറെ കാലമായി ലക്ഷ്യമിടുന്ന നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. 10 വർഷം തിരുവായ്ക്കെതിരുവായില്ലാതെ ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയെ മൂന്നാം തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും നൽകാതെ പിടിച്ചുകെട്ടിയ രാഹുൽ ഗാന്ധിയെ BJPക്ക് പണ്ടേ ഭയമായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേസും കോടതിയും നിറഞ്ഞൊരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തള്ളിവിട്ട് അയോഗ്യനാക്കാൻ രാഹുൽ ഗാന്ധിയോട് BJP കഷ്ടപ്പെട്ടത്. അതിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ BJP അപകടം മണത്തതാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിനകത്ത് കടന്നതോടെ BJPക്ക് പണി പാളിയെന്ന് മനസ്സിലായിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഇന്ദിരയുടെ കഴിവ്, കാര്യശേഷി അത് കൊച്ചുമക്കൾക്കുമുണ്ടെന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിയെയും BJPയെയും വിരളി പിടിപ്പിക്കുകയാണ്. അതാണ് പ്രതിപക്ഷ നേതാവിനെ വഴിയിൽ തടയുന്ന അപൂർവങ്ങളായ ചെയ്തികളിലേക്ക് BJP സർക്കാർ കടന്നിരിക്കുന്നത്. പക്ഷേ ഒരു നരേന്ദ്രമോദി പോകുമ്പോൾ ആ തിരയിളക്കം നിൽക്കുമ്പോൾ BJPയുടെ ആവേശം നിൽക്കും. പക്ഷേ ഇന്ദിരയുടെയും രാജീവിന്റെയും രക്തസാക്ഷിത്വം ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത തേങ്ങലായി ഇന്ത്യൻ മനസാക്ഷിയുടെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു BJPക്കും ആ ആത്മബന്ധത്തെ തകർത്തെറിയാനാകില്ല. അതുകൊണ്ട് ഈ സമ്പലിലും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് വിജയം. തകർക്കാനും തളർത്താനും ശ്രമിച്ചവർക്ക് അതിന് കഴിയുന്നുണ്ട്. പക്ഷേ 5-10 വർഷത്തേക്ക്, ഏറിപ്പോയാൽ 15 വർഷം, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ കഴിയുന്നത് ഈ കുടുംബത്തിന് രാജ്യവുമായുള്ള ആത്മബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അത്ര അത് BJPക്ക് നഷ്ടം തന്നെയാണ്.